ഹായ്, ഏവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഷിംലയിലെ മുറിയിൽ നിന്ന് വെക്കറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പിടിക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലേക്കാണ്. ഏകദേശം കുറേ സമയമായിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങൾ ഹിമാചൽ പ്രദേശിൽ തന്നെ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 15 ദിവസത്തിലധികം ഹിമാചൽ പ്രദേശിൽ മാത്രം തങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹിമാചൽ പ്രദേശിനോട് വിട പറയുകയാണ്. ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലേക്കാണ്. അപ്പോൾ ബൈക്കൊക്കെ ഇവിടെ ഇന്നലത്തെ യാത്രയിൽ ആകെ പുടിയും ചെടിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അവസ്ഥ. എന്തായാലും ഇനി ഉത്തരാഖണ്ഡിൽ ചെന്ന് ഡെറാഡൂണിൽ പോയിട്ട് സർവീസ് ചെയ്യാം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണാം. ഗുഡ് ബൈ ഷിംല. ഉത്തരാഖണ്ഡ് എത്ര എക്സ്പ്ലോർ ചെയ്താലും തീരാത്ത ഒരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, കുറേ നല്ല ഭംഗിയാർന്ന പ്രദേശങ്ങളുണ്ട്. എന്തായാലും കഴിയുന്ന അത്ര സ്ഥലങ്ങളിൽ എത്തിച്ചേരണം. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ സീസണിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ കാലാവസ്ഥ വിൻ്റർ ടൈമിലേക്ക് കിടക്കുന്നതുകൊണ്ട് പല ഭാഗങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയുള്ള ഭാഗങ്ങൾ അടച്ച് തുടങ്ങും ചെയ്യും. അപ്പോൾ ആ മുകളിലേക്കുള്ള ഭാഗത്തൊന്നും പോകാൻ ശരിക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പോൾ സോളം കഴിഞ്ഞു, ഇടതും വലതൊക്കെ മാറി വഴിയിൽ ഒരു ഹോട്ടലിൽ നിന്ന് ആലു പൊറോട്ടയും കഴിച്ചിട്ട് വീണ്ടും ഡെറാഡൂണിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ റോഡ് ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ലെഫ്റ്റേക്ക് ഒരു കട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് പിന്നെ ഡെറാഡൂണിൽ നേരെ പോകാം. ഡെറാഡൂണിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ ഡെറാഡൂൺ എന്ന് ചോദിച്ചാലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഡെറാഡൂൺ എന്ന് ചോദിക്കാനും ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുക എന്താണെന്ന് ചോദിക്കുക. ദെഹ്റാദൂൻ അവർ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്, ദെഹ്റാദൂൻ. നമ്മൾ ഡെറാഡൂൺ എന്ന് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവില്ലേ. ചിലർ മനസ്സിലാക്കും, നമ്മൾ ചോദിക്കുന്നത് ഡെറാഡൂൺ ആണ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരും. ചിലർ 10ാം തങ്ങി നിറഞ്ഞങ്ങാണ്ട് ഒഴിവാകും. നല്ല നീറ്റ് റോഡാണ് ഡെറാഡൂണിലേക്കുള്ളത്. എവിടെയും പൊട്ടിയോ പൊളിഞ്ഞോ കൊടുക്കണമെന്നില്ല. വളവുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല.
മലഞ്ചെരുവിലേക്കുള്ള റോഡുകൾ നല്ല വളഞ്ഞ റോഡുകളാണ്. വളവല്ലാതെ വേറെ ഒന്നുമില്ല. സ്ട്രൈറ്റ് റോഡ് എവിടെയും കാണാനില്ല. വളഞ്ഞ് പോകണം. അങ്ങനെ കുറേ വളഞ്ഞ് പോയപ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക തരം ക്ഷീണം, വയറിനൊക്കെ ഒരു പിടുത്തം പോലെ. അങ്ങനെ എരിവും പുളിയുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊരാഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഈ കടൻ്റെ മുന്നിലെത്തുന്നത്. അങ്ങനെ ഇവിടുന്ന് ഞാനൊരു പാക്കറ്റ് സ്നാക്സ് വാങ്ങി, നല്ല എരിവും പുളിയില്ല. കഴിച്ചപ്പോൾ ഒരു സമാധാനമായി. അങ്ങനെ കടക്കാരൻ എനിക്ക് കഴിക്കാൻ കുറച്ച് പേരക്കൊക്കെ തന്നിട്ട്. ഇവിടെ തന്നെ കടൻ്റെ പിറകിലുള്ള പറമ്പിലുണ്ടായ പേരക്കാണ്. ഇതാണ് നമ്മളെ കടക്കാരൻ. തൻവീർ സിംഗ് എന്നാണ് പേര്. അപ്പോൾ ആളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇന്നിപ്പോൾ ദീപാവലി ആയതുകൊണ്ട് തോന്നുന്നു വാഹനങ്ങളൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. എവിടെയും ആരും ഇല്ല, കച്ചവടമൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോൾ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. എവിടെയാണ് സ്ഥലം, എന്തൊക്കെയാണ് കാര്യങ്ങൾ, കേരളത്തിൽ ഏതാണ് ഭാഷ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ ഓർത്ത് ഇന്നലെ വാങ്ങിയ ദീപാവലി സ്വീറ്റ്സ് ഉണ്ട്, അത് കഴിച്ചില്ല, എടുക്കാം. അവിടെ കെട്ടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഇത് ഹാപ്പി ദീപാവലി എന്ന് എൻ്റെ അഭിസംബോധനയായിട്ടാണ് വിളിച്ചത്. അപ്പോൾ എന്തായാലും ദീപാവലി സ്വീറ്റ്സ് കഴിക്കണം ഒരുമിച്ച്. സ്വീറ്റ്സ് ദീപാവലി സ്വീറ്റ്സ് चाहिए? खाइए खाओ चलो यार, खा लेते हैं यार। हैप्पी दिवाली। आप भी खाइए ले। आदमी का गया ना, हो गया। आओ दिवाली स्वीट्स। अरे हाँ, ഇവിടുത്തെ പേരൊക്കെ മോശമില്ല കേട്ടോ, നല്ല അടിപൊളി പേരൊക്കെയാണ്. കടക്കാരൻ ആദ്യം ഒന്ന് തന്നു, പിന്നെയും തന്നു കൊണ്ടിരണം കൂടി. അപ്പോൾ ഇനി എന്തായാലും അധികം വിശ്രമമില്ല, ഇവിടുന്ന് നീങ്ങാണ്, ഡെറാഡൂണിലെത്തണം. പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനെടുത്ത വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസയിൽ പോയെന്ന് ചോദിച്ചു. അപ്പോൾ പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്. സ്പിറ്റി വാലിൻ്റെ ബിരിയാണി ഷിംല. നിറയെ മാവുകളുള്ളൊരു കാടിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അത് മാവാണ് അധികം ഉള്ളത്. ഇപ്പോൾ മാവ് കഴിഞ്ഞിട്ട് അതാ സീസൺ ഇല്ലാത്തതുകൊണ്ട് മാങ്ങൊന്നുമില്ല. വേറെയും കുറേ മരങ്ങളുണ്ട്. ഇപ്പോൾ മരങ്ങൾ മാറി, തൊട്ട് പിറകിൽ ഫുള്ള് മാവായിരുന്നു. നല്ല നീള റോഡ് കാണുമ്പോൾ തന്നെ കൊതിയാണ്. ഇത്രയും നേരം വളഞ്ഞ റോഡുകൾ മാത്രമേ. ഇപ്പം ഒന്ന് മാറി നല്ല നീള റോഡുകൾ കാണാൻ തുടങ്ങിയിട്ട്.
₹40 മാതളാണ് മുറിച്ചുണ്ടാക്കുന്നത്. മാതളം മുറിക്കുന്ന സ്റ്റൈലാണത്. താമര വിരിഞ്ഞൂരാക്കി കിട്ടി. എന്തൊക്കെ ഉദ്ദേശം? ഇതിലേക്ക് മസാല ഇട്ട് ऊपर से खाना ऊपर से खाना छोटा थोड़ा कड़वा होता है. മാതളം തയ്യാറാക്കുന്ന രീതി കണ്ടോ? ആ വലിയ മാതള നാരങ്ങ മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് പല്ല് മൊത്തം പൊളിച്ച്. സംഗതി നല്ല ടേസ്റ്റിന് ഇട്ടാ. ആ ഒരു മസാല ഉണ്ടല്ലോ, ഒരു ഉപ്പും പുളിയൊക്കെ ഉള്ളൊരു ഐറ്റം മസാല ഉണ്ട്. ആ മസാലയ്ക്ക് ഈ മാതള നാരങ്ങ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടൊക്കെ അതിൻ്റെ കച്ചവടം. അത് അടുത്ത മാതള നാരങ്ങ. ഒരു സ്ഥലത്ത് ഞാൻ ആദ്യം പോയപ്പോൾ അവിടെ മുറിച്ച് തരില്ല, ഫുള്ളായിട്ട് കൊണ്ടുപോകണം. ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഈ ബാഗിൽ വെച്ച് കൊണ്ടുവരാൻ എടുക്കില്ല. നല്ല കാട്. ഇത് വീണ്ടും മാതളം. ഈ മാതളം എവിടെ ഉണ്ടാവണമെന്ന് ചോദിച്ചു. കാരണം അവൻ്റെ വീട് ഈ കാടിൻ്റെ ബാക്ക് സൈഡ് അപ്പുറത്താണ്. അപ്പോൾ അവിടെ വീട്ടിൽ തന്നെ, വീടിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. അവനക്ക് ഞാൻ മലയാളത്തിൽ ഇതിന് എന്താ പറയാന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഡെഹ്റാഡൂൺ 51 കിലോമീറ്റർ. ഇവിടൊക്കെ ദീപാവലിൻ്റെ കച്ചവടം പൊടി പിടിക്കുന്നുണ്ട്. കുട്ടിക്കുള്ള പടക്കങ്ങൾ, മൺചിരാത്, സ്വീറ്റ്സ്, ശില്പങ്ങളെല്ലാം ഉണ്ട്. ദീപാവലി പ്രമാണിച്ചിട്ടാണ് ഇങ്ങനെ അലങ്കരിച്ച് കടൻ്റെ മുന്നിക്കൊക്കെ ഇറക്കി കച്ചവടം ചെയ്യണത്. പടക്കങ്ങളാണ്. Dehradun 42 kilometers.
അങ്ങനെ ഇന്നത്തെ യാത്ര ഏതാനും മിനിറ്റുകൾ കൂടി കഴിഞ്ഞാൽ ദെഹ്റാദൂണിലെത്തി അവസാനിക്കും. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും അനുഭവങ്ങളും ഇവിടെ തീരുകയാണ്. പുതുമയുള്ള മറ്റു കാഴ്ചയുമായി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.